ഇടുക്കിവറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന വീട് 7500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നൊരു വീടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ്. ഞാൻ കീഴൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളൂർ ആണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഏതാണ്ട് 75 സെൻറ്റോളം സ്ഥലത്തിന് ഉള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു സെമി കൊളോണിയൽ മോഡൽ വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാണ്ട് ഒരു 5 ബെഡ്റൂം ഉള്ളൊരു വീടാണിത്. ഇതിൻ്റെ മതിൽ, ലാൻഡ്സ്കേപ്പ്, വീട് ഉൾപ്പെടെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ഏതാണ്ട് 3 കോടി രൂപയോളം മുടക്കുള്ള ഒരു വീടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന വാതിൽ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അപ്പോക്സിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഭാഗം അപ്പോക്സിയാണ്. അപ്പോക്സി ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകം ഇഴകൾ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണത്. പ്രധാനമായിട്ട് ഈ 2 ജനലുകൾക്കുള്ളിലും ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ജനൽ ഗ്ലാസിനുള്ളിൽ ചെയ്തിരിക്കുന്ന ഇത് ഗ്ലാസും ഇത് അപ്പോക്സിയാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ പ്ലസ് ഫാമിലി ലിവിങ് ഏരിയ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ പാർട്ടീഷനൊന്നും കൊടുത്തിട്ടില്ല. രണ്ടും ഒരേ ലൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലിവിങ് ഏരിയയ്ക്ക് നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രകാശവും അതുപോലെ തന്നെ നല്ല ഓപ്പൺ ഏരിയയുടെ ഒരു രീതി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ പാനലിങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പില്ലറുകൾ പാനൽ ചെയ്തിരിക്കുന്നതും എല്ലാം തേക്കിൽ പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ വീടിൻ്റെ ലിവിങ് റൂം, ഫാമിലി ലിവിങ്, ഡൈനിങ് ഏരിയ ഈ ഭാഗങ്ങളെല്ലാം ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ടഫൻ ഗ്ലാസ് ഇട്ടുകൊണ്ട് കോർണറുകളിൽ ജിപ്സം വർക്ക് ചെയ്തിട്ട് നടുക്ക് മൾട്ടിവുഡ് വർക്കും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പ്രകാശം നന്നായിട്ട് ഹാളിലേക്ക് കിട്ടുന്നതിന് ഇത് വളരെയായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ വീട് ഏതാണ്ട് ഒരു 7500 സ്ക്വയർ ഫീറ്റോളം ഏരിയ ഉണ്ട്. ഇതിനേതാണ്ട് ഒരു 2 വർഷത്തോളം എടുത്താണ് ഈ വീടിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന TV യൂണിറ്റ്. ഇതും ബോക്സ് ടൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ് തുറന്നിരിക്കുന്നത് പുറത്ത് ഒരു പോണ്ട് ഉൾപ്പെടെയുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിലാണ് തുറന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് സ്ലൈഡ് ചെയ്യാവുന്ന ഗ്ലാസ് ഡോറുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കൂടാതെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഷട്ടറും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ പോണ്ടിൻ്റെ മുകളിൽ റൂഫിട്ട് നമ്മളൊരു ചെറിയൊരു വിശ്രമ കേന്ദ്രം കൂടി ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊന്ന് ഇറങ്ങിയിരിക്കുന്നതിന് വേണ്ടിയും ചെറിയ ഫംഗ്ഷനുകൾ നടത്തുന്നതിനും വേണ്ടിയും ഈ ഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നല്ല രീതിക്കാണ് ഇത് ചെറിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ ഏതാണ്ട് ഓപ്പൺ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ സ്റ്റെയർ കേസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ ഒരു അയൺ ഏരിയ ആയിട്ടും ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടും ഇവിടെ ഉപയോഗിക്കുന്നു. ഇൻവെർട്ടർ പോലുള്ള സാഹചര്യങ്ങളെല്ലാം ഈ കബോർഡുകൾക്കുള്ളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനോടനുബന്ധമായിട്ട് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയുടെ പിൻഭാഗം അവിടെ നമ്മളൊരു ഗ്ലാസ് വർക്ക് രീതിയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് പുറത്തേക്ക് തുറന്ന് കാണുന്ന ഭാഗമാണ് ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇതും നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ജാലി വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫാൻസി ലൈറ്റ്, നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ വാഷ്റൂം ചെയ്തിരിക്കുന്നത്. വാഷ്റൂം ഫുൾ ഗ്ലാസ് ഇട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ആകെ 5 ബെഡ്റൂമാണുള്ളത്. ആ 5 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചണാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബുകളെല്ലാം നാനോ വൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് കൊണ്ടാണ് കബോർഡുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്യാസ്, ഇലക്ട്രിക് ചിമ്മിനി, അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്ലൈൻഡുകൾ ആണ് കർട്ടനുകൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഷട്ടർ ടൈപ്പ് ഒരു ക്യാബിനറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രിഡ്ജ് ഏരിയ, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ ആ ഒരു സെറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ലഞ്ച് ടേബിൾ ഇതാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ലഞ്ച് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഒരു സ്റ്റൗ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അടുക്കളയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ജിപ്സം പാനലിങ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളും ആവശ്യത്തിന് എല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും വെളിച്ചം കയറുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ മാക്സിമം കബോർഡുകൾ ചെയ്ത് നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. കബോർഡുകൾ ഫുൾ ലെങ്ത് ഇവിടെയും എല്ലാ കബോർഡുകളും വന്നിട്ടുണ്ട്. ഇതാണ് ഡിഷ് വാഷർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റൗ ഉണ്ട്. ഇവിടെ കബോർഡുകൾ എല്ലാം ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഒരു സിങ്കും ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഇലക്ട്രിക് ചിമ്മിനി നമ്മൾ ചെയ്തിട്ടുണ്ട്. പാത്രങ്ങൾ വയ്ക്കുന്നതിനുള്ള ക്യാബിനറ്റുകളും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ല രീതിക്ക് ലൈറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്.
ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് തന്നെയാണ്, പക്ഷേ ഇത് ബ്ലാക്ക് ആണെന്ന് മാത്രം. ഇവിടെയാണ് നമ്മളതിൻ്റെ വീടിൻ്റെ പ്രയർ ഏരിയ ചെയ്തിരിക്കുന്നത്. പ്രയർ ഏരിയയോട് ചേർന്ന് തന്നെ 2 ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂമുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഒരു കബോർഡോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നടുക്കായിട്ട് ബെഡ് വെച്ചിരിക്കുന്നു. 2 വശങ്ങളിലായിട്ട് ജനലുകളുമുണ്ട്. പൂർണ്ണമായിട്ടും ഇതിൻ്റെ സീലിംഗ് നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്ക് ചെയ്ത് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഇടതുവശമായിട്ട് ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലേക്ക് തുറക്കാവുന്ന ഒരു ജനലാണ്. ജസ്റ്റ് ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇത് നമ്മുടെ പുറത്തെ ലോണിലേക്കാണ് തുറന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഇത് പൂർണ്ണമായിട്ടും തേക്കിൻതടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം ഡ്രസ്സിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല പിങ്ക് കളറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇവിടെ ഒരു കൺസീൽഡ് ഫ്ലഷാണ് ഉള്ള ക്ലോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഷവർ പാനൽ, ഒരു വാഷ് ബേസൺ, അതോടൊപ്പം തന്നെ ചെറിയ ബോക്സും നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈവേർട്ടറാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെൻട്രലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ബോക്സുകളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് ഒരു ജനലുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഒരു സ്റ്റഡി ടേബിൾ ഈ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ബെഡ്റൂം പോലെ തന്നെ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയുടെ ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നെ സീലിംഗ് വർക്ക് നല്ല രീതിക്ക് തന്നെ ജിപ്സം വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നു. ലൈറ്റുകളും ഫാനുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതിന് നമ്മൾ ഒരു ഗ്രേ കളറുള്ള തീമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ പോലെ തന്നെ ഒരു ബാത്റൂം ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. ഇത് പൂർണ്ണമായിട്ടും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ കാലുകൾ ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായിട്ടും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പടികളും തേക്കിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് പ്രൊഫൈൽ ലൈറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഇത് തേക്കിൽ ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസ് 2 ലാൻഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 ലാൻഡിംഗ് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സിമെൻറ്റ് സ്ട്രക്ചറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൈപിടിക്ക് പകരമായിട്ട് ഇവിടെ ഒരു ചെറിയ പാനൽ വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വർക്കുകളെല്ലാം തേക്കിൽ തന്നെ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റെയർ കേസിന് 2 ലാൻഡിംഗ് ചെയ്താണ് മുകളിലേക്ക് വരുന്നത്. ഇത് സ്റ്റെയർ കേസിന് മുകളിലൊരു പാസേജാണ്. ഈ പാസേജിന് താഴെ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്തുള്ള ഭാഗമാണിത്. ഇതും ചെയ്തിരിക്കുന്നത് തേക്കിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ടഫൻഡ് ഗ്ലാസ്സാണ്, വിവൽ ചെയ്തിരിക്കുന്ന ടഫൻ ഗ്ലാസ്സാണ്. കൂടാതെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്തേക്കുള്ള ടെറസിലേക്കുള്ളൊരു ഏരിയയാണ്. അവിടെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ഇത് നമ്മളൊരു ബാർ കൗണ്ടറായിട്ട് ഉദ്ദേശിച്ച ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല. ഒരു കോർണർ വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബാർ കൗണ്ടർ ചെയ്യാനുള്ള സംവിധാനത്തിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണ്. അത് ഈ സൈഡിൽ താഴത്തെ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാമിലി ലിവിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. ഇതാണ് ഫാമിലി ലിവിങ്ങിൻ്റെ മുകൾ ഭാഗം വരുന്നത്. ഇത് ഓപ്പണാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ലിവിങ് റൂം, ആ ലിവിങ് റൂമിൻ്റെ മുകൾ ഭാഗവും ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് വരുന്നതാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ മുകളിൽ നമ്മൾ പർഗോള ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്, ടഫൻ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു സ്കൈലൈറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു സൺലൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് പുറത്തേക്കുള്ള പുറത്തേക്കുള്ള ഡോറ്. ഇത് പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഓപ്പൺ സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഭാവിയിൽ ഇൻറ്റേർണൽ പ്ലാന്റൊക്കെ വെക്കാനുള്ളൊരു സ്പേസായിട്ട് ഇട്ടിരിക്കുകയാണ്. അതും ഗ്ലാസ് ഇട്ട് സ്റ്റീൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ മുകളിലത്തെ സിറ്റ് ഔട്ടായിട്ട് വരുന്നത്. ഇനി നമ്മൾ കയറുന്ന മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകളിലേക്കാണ്. ഇതാണ് മുകളിലെ 1ാമത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പുറത്തേക്കുള്ള ഓപ്പൺ ഏരിയയും അങ്ങനെ തന്നെ, ബാൽക്കണി അങ്ങനെ തന്നെ, ബാത്റൂമും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളിതിൻ്റെ കബോർഡിൻ്റെ കളറിന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം താഴത്തെ ബെഡ്റൂം തന്നെ. ബെഡുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെൻട്രലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും നമ്മൾ താഴത്തെ പോലെ തന്നെ ഇത് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്.
ഇതാണ് ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂം. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഗസ്റ്റ് ബെഡ്റൂമിനും പുറത്തേക്ക് തുറക്കുന്ന ബാൽക്കണിയുണ്ട്, ബാത്റൂമുകളുണ്ട്. സീലിംഗ് വർക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ നമ്മൾ കുറച്ച് കളർഫുള്ളായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കബോർഡ് വന്നിരിക്കുന്നതും തേക്ക് തടിയിൽ തന്നെയാണ്. ഈ വരുന്നിരിക്കുന്ന കബോർഡ് തേക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അഡീഷണലായിട്ട് ഒരു നല്ല സ്റ്റോറേജും ഉള്ള ഒരു കബോർഡ് എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനോട് ചേർന്ന പാസേജിൽ സ്റ്റോറേജ് ആയിട്ടുള്ള നല്ലൊരു കബോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ബോർഡിൻ്റെ 2 വശവും മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ലൈറ്റുണ്ട്. ബാക്കി എല്ലാ സംവിധാനങ്ങളും താഴത്തെ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്.